അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീന വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇസ്ലാമിക ചരിത്രത്തിൽ തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട ഒന്നാണ് ഗസ്വത്തു ബദർ യുദ്ധം. യൗമുൽ ഫുർഖാൻ എന്നാണ് ഖുർആൻ അതിനെ വിശേഷിപ്പിക്കുന്നത്, അഥവാ സത്യവും അസത്യവും വേർതിരിച്ച ദിവസം. ഇസ്ലാമിൽ ധാരാളം യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. ഇസ്ലാമിൽ നടന്ന യുദ്ധങ്ങളൊക്കെ പിടിച്ചു നിൽക്കാൻ വേണ്ടി മാത്രമായിരുന്നു. ഇസ്ലാം വാളുകൊണ്ട് പ്രചരിപ്പിക്കപ്പെട്ടു എന്ന് ചരിത്രത്തിൻ്റെ പശ്ചാത്തലം അറിയാത്ത ആളുകൾ പ്രചരിപ്പിക്കാറുണ്ട്. വാസ്തവത്തിൽ ഒരിക്കലും അങ്ങനെയല്ല. ആദ്യകാലത്ത് ശത്രുക്കളുടെ മർദ്ദനം സഹിക്കാൻ പറ്റാതെ വന്നപ്പോഴും അള്ളാഹുവിൻ്റെ നിർദ്ദേശം ഫഅഫു വസ്ഫഹു, നിങ്ങൾ അവരോട് എതിർക്കാൻ പോകരുത്, തിരിഞ്ഞു കളയണം. എന്ത് പീഡനങ്ങളും എന്ത് പ്രയാസങ്ങളും ഉണ്ടായാലും നിങ്ങൾ സഹിക്കണമെന്നാണ് മുസ്ലിങ്ങളോട് അള്ളാഹുവിൻ്റെ നിർദ്ദേശമുണ്ടായിരുന്നത്. വീണ്ടും ആ ഉപദ്രവങ്ങൾ ശക്തമായപ്പോൾ അള്ളാഹു തആല രണ്ടാമത് ഇവരോട് പ്രതിരോധിക്കാനുള്ള അനുവാദം നൽകി. ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ളുലിമു, ആക്രമിക്കപ്പെടുന്നത് കൊണ്ട് പ്രതിരോധിക്കാൻ സത്യവിശ്വാസികൾക്ക് അനുവാദം നൽകപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, വഖാതിലൂ ഫീ സബീലില്ലാഹി അല്ലദീന യുഖാതിലൂനകും, നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവരോട് മാത്രം നിങ്ങൾ എതിർക്കുക. വലാ തഅതദു, നിങ്ങൾ അങ്ങോട്ട് ചെല്ലരുത്. ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ പോകരുത്. നിങ്ങളിലേക്ക് വരുന്നവരോട് നിങ്ങൾ പ്രതിരോധം തീർക്കുക മാത്രം ചെയ്യാനാണ് അള്ളാഹുവിൻ്റെ നിർദ്ദേശം. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ എന്താണ്? ലാ തതമന്നൗ ലിഖാ അൽ അദുവി, നിങ്ങൾ ഒരിക്കലും ഒരു യുദ്ധമുണ്ടാകുന്നതിനെ ആഗ്രഹിക്കരുത്, ഒരു സംഘടന ഉണ്ടാവലിനെ നിങ്ങൾ ആഗ്രഹിക്കരുത്. കാരണം ഇസ്ലാം സമാധാനത്തിൻ്റെ മതമാണ്. ഇസ്ലാം എന്നത് അത് സമാധാനമാണ് പ്രതിനിധാനം ചെയ്യുന്നത്. പക്ഷേ ശത്രുക്കളിൽ നിന്ന് സഹിക്കാൻ പറ്റാത്ത മർദ്ദനങ്ങൾ വന്നപ്പോൾ അതിനെ എതിർക്കേണ്ടത് പിടിച്ചു നിൽക്കലിൻ്റെ ഒരു കാര്യമായി അള്ളാഹു തആല അള്ളാഹുവിൻ്റെ റസൂലിനും സഹാബികൾക്കും അനുവാദം നൽകുകയാണ്. ബദർ യുദ്ധം, ഈ ബദർ യുദ്ധത്തിലേക്ക് പുറപ്പെടുന്നത് 313ഓളം വരുന്ന മുസ്ലിങ്ങളാണ്. കേവലം 2 കുതിരകൾ മാത്രമായിരുന്നു അവരുടെ കൂടെ ഉണ്ടായിരുന്നത്. കാലിൽ ചെരുപ്പില്ലാത്ത, വേണ്ട വിധം വസ്ത്രം ധരിക്കാനില്ലാത്ത സഹാബത്ത് റമളാൻ 17 പകലിൽ പട്ടിണി കിടന്നുകൊണ്ടാണ് ബദറിൻ്റെ വിരിമാറിലേക്ക് ഇറങ്ങുന്നത്. ആ സമയത്ത് അള്ളാഹുവിൻ്റെ പുണ്യ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു, അള്ളാഹുവേ, അല്ലാഹുമ്മ ഇൻ തുഹ്ലക് ഹാദിഹിൽ ഉസാബത്തു അൽ യൗമ ലാ തുഅബദ് ഫിൽ അർദ്, പടച്ചോനെ, ഈ ചെറുസേന എങ്ങാനും ഇന്നത്തെ ദിവസം ഇവിടുന്ന് പരാജയപ്പെടുകയാണെങ്കിൽ പിന്നെ ഭൂമിയിൽ നിന്നെ ആരാധിക്കാൻ ആളുകളുണ്ടാവില്ല. അള്ളാഹുവിൻ്റെ റസൂല് തൻ്റെ കൈ ഉയർത്തി ആകാശത്തിൻ്റെ ഭാഗത്തേക്ക് ഉയർത്തിയിട്ട് മഹാനായ പ്രവാചകൻ കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് ദുആ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചുമലിലിട്ടിരിക്കുന്ന തൻ്റെ മേൽത്തട്ടം താഴെ വീണു. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അത് എടുത്തു കൊടുത്തു. എന്നിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹസ്ബുക യാ റസൂലല്ലാഹ്, നബിയെ, നിങ്ങൾ സമാധാനിക്കുക, അള്ളാഹുവിൻ്റെ സഹായം നമുക്കുണ്ടാകും, നിങ്ങൾ ബേജാറാവരുത്. അങ്ങനെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് കേട്ടപ്പോൾ കുറച്ച് സമയം തൻ്റെ തല താഴ്ത്തി പിടിച്ചു. എന്നിട്ട് തല ഉയർത്തിയിട്ട് പറഞ്ഞു, യാ അബൂബക്കർ അതാക നസ്റുല്ലാഹ്, അബൂബക്കറെ, അള്ളാഹുവിൻ്റെ സഹായം നമുക്കെത്തിയിട്ടുണ്ട്. ഹാദാ ജിബ്രീലു അഖദ ബി അനാനി ഫറസി, ജിബ്രീൽ തൻ്റെ കുതിരയുടെ കടിഞ്ഞാൻ പിടിച്ചുകൊണ്ട് യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്നു. നമുക്ക് വിജയമുണ്ട്, നമുക്ക് സമാധാനിക്കാൻ മാർഗമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർ യുദ്ധത്തിന് ഒരുങ്ങുകയാണ്. ആ സമയത്ത് മിഖ്ദാദ് ഇബ്നു അംർ എന്ന് പറയുന്ന സഹാബി അള്ളാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞു, നബിയെ, ഫവല്ലദീ ബഅസക ബിൽ ഹഖ്, അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങയെ നിയോഗിച്ച പടച്ച റബ്ബിനെ തന്നെയാണ് സത്യം.
ഈ സമുദ്രം ഞങ്ങളെക്കൊണ്ട് തങ്ങൾ മുറിച്ചു കടക്കുകയാണെങ്കിൽ ഞങ്ങൾ അങ്ങയോട് കൂടെ ഉണ്ടാകും. മാ തഖല്ലഫ മിന്നാ റജുലുൻ വാഹിദുൻ, ഒരാളും പുറകോട്ടടിക്കില്ല. മൂസാ നബിയോട് തൻ്റെ സമുദായം പറഞ്ഞതുപോലെ ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതില, മൂസാ നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തോ, ഞങ്ങളിവിടെ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ റസൂലെ ഞങ്ങളൊരിക്കലും പറയില്ല, ഞങ്ങളൊരിക്കലും പിന്മാറുകയില്ല എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ റസൂലിന് ധൈര്യം പകരുകയാണ്. അങ്ങനെ കേവലം 313 വരുന്ന സ്വഹാബികൾ, ശത്രുപക്ഷത്ത് 1000-ലധികം ആളുകളുണ്ട്, 100-ൽ പരം കുതിരകളുണ്ട്, സർവായുധ സജ്ജരായ ശത്രുക്കൾ. അവരിറങ്ങും. അല്ലാഹുവിൻ്റെ റസൂൽ വീണ്ടും ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ ഇന്നഹും ജിയാഉൻ ഫഅശ്ബിഉഹും, അല്ലാഹുവേ എൻ്റെ ഈ സ്വഹാബത്ത്, ഈ ചെറുസേന അവർ പട്ടിണി കിടന്നവരാണ്. ഫഅശ്ബിഉഹും, അവർക്ക് നീ ഭക്ഷണം കൊടുക്കും. അല്ലാഹുമ്മ ഇന്നഹും ഹുഫാത്തുൻ ഫഅഹ്മിൽഹും, അല്ലാഹുവേ ഇവർക്ക് ചെരുപ്പില്ല, കാലിൽ ചെരുപ്പ് ധരിക്കാനില്ലാത്തവരാണ്, അവർക്ക് നീ ചെരുപ്പ് കൊടുക്കും. അല്ലാഹുമ്മ ഇന്നഹും ഉറാത്തും ഫക്സിഹിം, നേരാമണ്ണം വസ്ത്രം ധരിക്കാനില്ലാത്തവരാണ് റബ്ബേ, അവർക്ക് കൊടുക്കും. അങ്ങനെ പറഞ്ഞുകൊണ്ട് ബദറിലേക്ക് ഇറങ്ങുകയാണ്. വലഖദ് നസ്റകുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ല, നിങ്ങൾ ന്യൂനപക്ഷമായിരിക്കെ തന്നെ അള്ളാഹു ബദറിൽ നിങ്ങളെ സഹായിച്ചു. ശത്രു സൈന്യത്തെ, സർവായുധ സജ്ജരായ ശത്രു സൈന്യത്തെ തുച്ഛം സഹാബികൾക്ക് പരാജയപ്പെടുത്താൻ കഴിഞ്ഞു. കാരണം അത് ഈമാനിൻ്റെ പവറാണ്. മിൻകും 20 സ്വാബിറൂന യഗ്ലിബു മിഅത്തൈൻ, ക്ഷമയുള്ള ഈമാനുള്ള 20 ആളുകളുണ്ടെങ്കിൽ 200 ആളുകളെ പരാജയപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയുമെന്ന് ഖുർആൻ പറഞ്ഞല്ലോ. ഈമാനിൻ്റെ ബലം കൊണ്ടാണ് സ്വഹാബത്ത് ബദറിൽ വിജയം കൈവരിച്ചത്. അതുകൊണ്ട് ആ ഈമാനിൻ്റെ കരുത്തുണ്ടെങ്കിൽ വഅൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങളാണ് ഏറ്റവും പരമോന്നതന്മാർ, നിങ്ങൾ ഈമാനുള്ളവരാണ്. ഈമാനിൻ്റെ കരുത്ത് മുസ്ലിമിന് എന്ന് നഷ്ടപ്പെട്ടോ അന്ന് പരാജയമാണ്. അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞില്ലേ, യതദാഅ അലൈക്കുമുൽ ഉമമു കമാ തദാഅൽ ആകിലതു ഇലാ ഖസ്അതിഹാ, ഒരു സുപ്രയിൽ കൊണ്ടുവന്നു വെച്ചിരിക്കുന്ന ഭക്ഷണത്തിലേക്ക് അതിൻ്റെ ചുറ്റുഭാഗവും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആളുകൾ കൈനീട്ടുന്നത് പോലെ മുസ്ലിം സമുദായമാകുന്ന നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി ഇതര സമുദായം കൈനീട്ടുകയും അവരുടെ കരാള ഹസ്തങ്ങൾക്കടിയിൽ നിങ്ങൾ ഞെരിഞ്ഞമരുകയും ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചു സഹാബത്ത്, അവമിൻ ഖില്ലത്തിൻ നഹ്നു യൗമഇദിൻ യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ ദൂതരെ, അന്ന് ഞങ്ങൾ ന്യൂനപക്ഷമായതുകൊണ്ടാണോ അങ്ങനെ സംഭവിക്കുന്നത്? ലാ, റസൂലുള്ളാഹിന്റെ മറുപടി, അങ്ങനെയല്ല, ഒരിക്കലും നിങ്ങൾ ന്യൂനപക്ഷമായിരിക്കില്ല, നിങ്ങൾ ഭൂരിപക്ഷം തന്നെ ഉണ്ടാവും. വലാകിന്നക്കും ഗുസാഉൻ കഗുസാഇസ് സൈൽ, പക്ഷേ മഴവെള്ളത്തിൽ ഒലിച്ചു വരുന്ന ചപ്പ് ചവറുകളെപ്പോലെ ഈമാനികമായ ശക്തി നിങ്ങൾക്ക് നഷ്ടപ്പെടുമെന്ന് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു. ഇന്ന് ആധുനിക മുസ്ലിം സമൂഹം അനുഭവിക്കുന്നതും ആ ഈമാനിൻ്റെ കുറവാണ്. ഈമാനുണ്ടെങ്കിൽ ഏത് ശത്രുവിനെയും പരാജയപ്പെടുത്താൻ കഴിയും. ഇവിടെ യുദ്ധമെന്ന് പറയുമ്പോൾ അത് വാളുകൊണ്ടുള്ള യുദ്ധം മാത്രമല്ല, 2 യുദ്ധങ്ങളാണ് ഇസ്ലാമിലുള്ളത്. ഒന്ന് സായുധ സമരമാണ്, മറ്റൊന്ന് സൈനിക പോരാട്ടമാണ്. സ്വന്തം ശരീരത്തോടുള്ള സമരം, സ്വന്തം ശരീരത്തോടുള്ള യുദ്ധം, ജിഹാദു നഫ്സ്. ആ ജിഹാദു നഫ്സാണ് ഏറ്റവും വലിയ യുദ്ധം. റജഅന മിനൽ ജിഹാദിൽ അസ്വരി ഇലൽ ജിഹാദിൽ അക്ബർ. തബൂക്ക് യുദ്ധം കഴിഞ്ഞുകൊണ്ട് തിരിച്ചു വരുമ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ തൻ്റെ സ്വഹാബികളോട് പറഞ്ഞത്, സ്വഹാബത്തെ, നാം വരുന്നത് ചെറിയ യുദ്ധം കഴിഞ്ഞാണ്, ഇനി നാം പോകുന്നത് വലിയ യുദ്ധത്തിലേക്കാണ്. വലിയ യുദ്ധം എന്ന് പറയുന്നത് സ്വശരീരത്തോടുള്ള യുദ്ധമാണ്. ജിഹാദു നഫ്സിൻ അൻ തുസക്ക മിർ റദാഇലിഹ, റദാഇൽ അതായത് നീചകൃത്യങ്ങളിൽ നിന്ന്, വേണ്ടാത്ത പ്രവർത്തനങ്ങളിൽ നിന്ന് സ്വന്തം ശരീരത്തെ തടഞ്ഞു വെക്കുക, അതാണ് ഏറ്റവും വലിയ സമരം. ആ സമരത്തിൽ വിജയിക്കുന്നവനാരോ അവനാണ് യഥാർത്ഥ മുജാഹിദ്, യഥാർത്ഥ യോദ്ധാവ്. അപ്പോൾ സ്വന്തം ശരീരം വേണ്ടാത്ത പ്രവർത്തനങ്ങളിലേക്ക് നമ്മെ നിർബന്ധിക്കുമ്പോൾ അതിൽ നിന്ന് വിട്ടുനിൽക്കുക, ബദരീങ്ങളുടെ ഈമാനികമായ കരുത്ത് നാം ആർജിക്കുക, എങ്കിൽ വിജയം ഉറപ്പാണ്. അല്ലാഹു ആ മഹത്തുക്കളോടുകൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് ഭാഗ്യം നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.